പുഴ ചേർത്തലയിൽ സെബാസ്റ്റ്യന്റെ വീട്ടിൽ കണ്ടെത്തിയ മൃതദേഹാവശിഷ്ടങ്ങളിൽ തുടങ്ങിയ അന്വേഷണമാണ്. അത് നാലാമതൊരു സ്ത്രീയുടെ തിരോധാനത്തിൽ കൂടി എത്തി നിൽക്കുകയാണ്. ആ സ്ത്രീയുടെ തിരോധാനത്തിലും സെബാസ്റ്റ്യന്റെ പങ്ക് സംശയിക്കുന്ന ഇടത്തേക്ക് എത്തി നിൽക്കുകയാണ്. ഇനിയും എത്രയെത്ര ഇരകൾ സെബാസ്റ്റ്യന്റെ വലയിൽ കുരുങ്ങിയിട്ടുണ്ട് എന്ന ആശങ്ക ഉണ്ടാകുന്ന മണിക്കൂറുകളാണ് കടന്നുപോയിരിക്കുന്നത്. കാരണം ഒരേപോലെ ഒറ്റപ്പെട്ട് താമസിക്കുന്ന സ്ത്രീകൾ സാമ്പത്തികമായ ഇടപാടുകളിൽ ഏർപ്പെടുന്ന സ്ത്രീകളുമായി ബന്ധം സൃഷ്ടിക്കുന്നു, അതിനുശേഷം അവരുടെ സമ്പത്ത് കൊള്ളയടിക്കുന്നു, അവരെ വകവരുത്തുന്നു. ഇതൊരു പാറ്റേണായി ഇപ്പോൾ നാലാമത്തെ സ്ത്രീയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ടും സെബാസ്റ്റ്യനെ സംശയം മുന്നിൽ നിർത്തുകയാണ്. ആ ഒരു പ്രധാനപ്പെട്ട വാർത്തയാണ് ഇന്ന് ന്യൂസ് 18 ഏറ്റവും പ്രാധാന്യത്തോടുകൂടി നൽകിയത്. ഞങ്ങളുടെ പ്രതിനിധി ശരണ്യ സ്നേഹജനാണ് ആ വാർത്ത നൽകിയത്. എന്തായാലും ചേർത്തല സ്വദേശി തന്നെയായ സിന്ധു എന്ന് പറയുന്ന ബിന്ദു, ആ രണ്ടു പേരിലും അവർ അറിയപ്പെടുന്നതാണ്. ആ ബിന്ദുവിന്റെ തിരോധാനവുമായി ബന്ധപ്പെട്ടാണ് സെബാസ്റ്റ്യൻ വീണ്ടും സംശയമുനയിൽ ആകുന്നത്. 2022 ഈ സംഭവം ഉണ്ടായത്. 2022 സിന്ധുവിനെ കാണാതാവുകയായിരുന്നു. സിന്ധുവിന്റെ മകളുടെ വിവാഹവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ എല്ലാം തീരുമാനമായതാണ്. വിവാഹ നിശ്ചയം കഴിഞ്ഞ് കല്യാണത്തിനുള്ള തീയതി കുറിച്ചതാണ്. ആ തീയതി കുറിച്ച ചടങ്ങുകൾക്കൊക്കെ ശേഷമാണ് സിന്ധുവിനെ കാണാതാകുന്നത്. തിരുവിഴ ക്ഷേത്രത്തിലേക്കെന്ന് പറഞ്ഞ് വീട് വിട്ടിറങ്ങിയ സിന്ധുവിനെ പിന്നീട് ആരും കണ്ടിട്ടില്ല. സിന്ധു എന്ന പേരിലും ബിന്ദു എന്ന പേരിലും ഇവർ അറിയപ്പെടുന്നുണ്ട്. അവരെ പിന്നീട് ആരും കണ്ടിട്ടില്ല. അപ്പോൾ ബിന്ദു പിന്നീട് എവിടെ പോയി എന്നറിയില്ല. അന്ന് തന്നെ ബന്ധുക്കൾ പരാതി നൽകുന്നു, അന്വേഷണം നടക്കുന്നു. പക്ഷേ ബിന്ദുവിനെ കണ്ടെത്താനായിട്ടില്ല. ഇത് 2020 സംഭവിക്കുന്നത്. നമുക്കറിയാം 2006 ബിന്ദു പത്മനാഭൻ എന്ന സ്ത്രീയുടെ തിരോധാനമുണ്ടാകുന്നു. അന്വേഷണം നടക്കുന്നു, കണ്ടെത്താനാകുന്നില്ല. 2012 ഐഷ എന്ന സ്ത്രീയുടെ തിരോധാനമുണ്ടാകുന്നു. അവരെക്കുറിച്ചും അന്വേഷിക്കുന്നു, യാതൊരു തുമ്പും കിട്ടുന്നില്ല. സെബാസ്റ്റ്യനുമായിട്ടുള്ള ബന്ധം ഒക്കെയും നാട്ടുകാരും മറ്റും ഒക്കെ സൂചിപ്പിക്കുന്നുണ്ട്. പക്ഷേ അന്വേഷണം സെബാസ്റ്റ്യനിലേക്കൊന്നും എത്തുന്നില്ല. അത് പിന്നീട് ഒരു തുമ്പും കിട്ടാതെ അവസാനിപ്പിക്കുന്ന സാഹചര്യം. 2024 ജയനമ്മയുടെ തിരോധാനം ഉണ്ടാകുന്നത്. അതിനുശേഷമാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം ഇപ്പോൾ നാലാമത്തെ സ്ത്രീയിലേക്ക് കൂടി എത്തി നിൽക്കുന്നത്. എന്താണ് 2020 സംഭവിച്ചത് എന്ന് നോക്കാം. ചേർത്തല സൗത്ത് പഞ്ചായത്ത് 13-ാം വാർഡിൽ വെള്ളാരംകുന്നത്ത് വെളിയിൽ ബിന്ദുവിനെ കാണാതാകുമ്പോൾ 43 വയസ്സാണ് അവരുടെ പ്രായം. 2020 ഒക്ടോബർ 10-ാം തീയതിയാണ് വൈകിട്ട് 6:30 ക്ഷേത്രത്തിലേക്കെന്ന് പറഞ്ഞ് ഇവർ പോയത്. പിന്നീട് ആരും കണ്ടിട്ടില്ല. മകളുടെ വിവാഹ തീയതി കുറിച്ചുകൊണ്ടുള്ള ചടങ്ങുകൾ കഴിഞ്ഞതിന്റെ പിറ്റേ ദിവസമാണ് ഇവരെ കാണാതാകുന്നത്. ഭർത്താവുമായി പിണങ്ങിക്കഴിഞ്ഞിരുന്ന ബിന്ദു ഒറ്റയ്ക്കാണ് 2 പെൺമക്കളെയും വളർത്തിയത്. വിവാഹം നിശ്ചയിച്ച പശ്ചാത്തലത്തിൽ ഒരിക്കലും ബിന്ദു മക്കളെ ഉപേക്ഷിച്ച് പോകില്ലെന്ന് കുടുംബം പറയുന്നു. കാണാതായ അന്ന് വൈകിട്ട് തന്നെ അർത്തുങ്കൽ പോലീസിൽ പരാതി നൽകി കുടുംബം കാത്തിരുന്നു. ഒരു വിവരവും ലഭിച്ചില്ല. ബിന്ദുവിന്റെ അമ്മ ലീലയാണ് ആ ദുഃഖം ന്യൂസ് 18 പങ്കുവച്ചത്. എന്റെ അനന്തരക്കാരനാണ്, ചേട്ടന്റെ പെങ്ങടെ മകനായിരുന്നത്. അവനൊരു കേസിന് ഇവിടെ ബ്ലേഡ് ഉണ്ടാക്കി ഗ്യാസ് ഉണ്ടാക്കി വന്നിട്ട് ഇവിടെ നിന്നതാണ്. അങ്ങനെയാണ് ആ കുഞ്ഞിനെ ചതിച്ചതാണ്, വേർപ്പിണിയാക്കിയാണ് അവൻ കല്യാണം ചെയ്യണത്. ഉത്തരമ്പലത്തിൽ പോയി. ഞങ്ങൾക്ക് ഇതൊരു തെളിവായിട്ട് തോന്നിയിട്ടില്ല ഇന്നുവരെ. പോലീസ് എന്താ പറയുന്നത്? അവര് പറയണത് ഞങ്ങൾ തിരക്കിട്ട് ഇതുവരെ ഒരു പിടിയും കിട്ടിയിട്ടില്ലെന്നാ പറയണത്. എന്നായിരുന്നു അന്ന് നിങ്ങൾ പോലീസിൽ പരാതി നൽകി? അന്ന് തന്നെ, അന്ന് രാത്രി തന്നെ കൊടുത്തായിരുന്നു. കാണാഞ്ഞപ്പോ തന്നെ പരാതി കൊടുത്തതാണ്. പിറ്റേ ദിവസമൊക്കെ മാറ്റി വെച്ചില്ല. പിന്നെ മകളുടെ കല്യാണത്തിനടക്കം ഒന്നും ബന്ധപ്പെട്ടിട്ടില്ല? ഇല്ല 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 ഇല്ല. 2 മക്കളെ ഒറ്റയ്ക്ക് വളർത്തിയ സ്ത്രീയാണ്. ആ കല്യാണത്തിന് വേണ്ടുന്ന കുറേയധികം പണവും സ്വർണവും ഒക്കെ കരുതി വെച്ചിരുന്നു. പക്ഷേ കുറച്ചുകൂടി പണം ആവശ്യമുണ്ടായിരുന്നു. അങ്ങനെ പണം നൽകാമെന്ന് പറഞ്ഞ ആരെങ്കിലും കബളിപ്പിച്ചോ എന്ന ഒരു സംശയം കുടുംബത്തിനുണ്ട്. തങ്ങളുടെ മകൾ ജീവിച്ചിരിക്കുന്നുണ്ട് എന്ന പ്രതീക്ഷ നമ്മളോട് ഇപ്പോൾ സംസാരിച്ച ഈ അമ്മയ്ക്കില്ല. കാരണം അത്രമാത്രം സ്നേഹിച്ച കുട്ടികളുടെ കല്യാണത്തിന് ജീവനോടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ബിന്ദു വരാതിരിക്കില്ല എന്നതാണ് ആ അമ്മ പറയുന്നത്. സഹോദരിയായ മിനിയും അത് തന്നെ പറയുന്നു. ആരെങ്കിലും അപായപ്പെടുത്തിയിരിക്കാം, അത് സെബാസ്റ്റ്യൻ തന്നെയാകാം ഒരു പക്ഷേ എന്ന സംശയമാണ് കുടുംബത്തിന്. പോലീസ് എന്ന് പറഞ്ഞത് അന്വേഷണം ഇപ്പോൾ തൽക്കാലത്തേക്ക് ഇപ്പോൾ ഒരു തെളിവും ഇല്ലാത്ത കാരണം നിർത്തിവെച്ചപ്പോൾ കോടതിയിൽ നിന്ന് നോട്ടീസ് വന്നിട്ടുണ്ട്. അത് കൈപ്പറ്റണമെന്നാണ് അവർ പറഞ്ഞത്.
നിങ്ങളെ ഒപ്പിട്ട് വാങ്ങിയോ? അത് പോലീസുകാർ കൊണ്ടുവന്ന് തന്ന് നമ്മൾ ഒപ്പിട്ട് എൻ്റെ ചേട്ടൻ വാങ്ങിക്കുകയും ചെയ്ത്. പരാതി നൽകിയത് താങ്കളുടെ ഹസ്ബൻഡ് ആണല്ലേ? എൻ്റെ ഹസ്ബൻഡാണ്, അനിലാണ് പരാതി നൽകിയത്. അപ്പം ചേട്ടൻ തന്നെ ഒപ്പിട്ട് വാങ്ങിക്കുകയും ചെയ്തു. അത് എന്നായിരുന്നു അന്വേഷണം അവസാനിപ്പിച്ചു എന്ന് പറഞ്ഞ് അറിയിപ്പ് വന്നത്? അതിപ്പോൾ 1 വർഷത്തിന് മേളിലായിട്ടുണ്ട് മാഡം, 1 വർഷത്തിന് മേളിലായിട്ടുണ്ട്. അത് പോയി 1 മണിക്കൂറിനുള്ളിൽ തന്നെ നമ്മൾ സ്റ്റേഷനിൽ അറിയിക്കുകയും ചെയ്ത് അവിടുന്ന് അവർ കൂടി വന്നാണ് നമ്മുടെ കൂടെ തെരച്ചിൽ നടത്തിയത്. പോലീസുകാർ വന്നാണ് തെരച്ചിൽ നടത്തിയത്. ഏതൊക്കെ ഭാഗത്തായിട്ടാണ് നിങ്ങൾ തെരച്ചിൽ നടത്തിയത്? തെരച്ചിൽ നമ്മൾ പിന്നെ അമ്പലത്തിന് കിഴക്ക് വശവും പടിഞ്ഞാറ് വശവും പിന്നെ ഹൈവേ അങ്ങനെ മൊത്തം നോക്കി, വടക്കോട്ടും എല്ലാം എങ്ങും കണ്ടെത്താൻ പറ്റില്ല. ക്യാമറയിലൊന്നും പതിഞ്ഞിട്ടും ഇല്ലായിരുന്നു. അമ്പലത്തിലെത്തിയിട്ടുണ്ടോ? അമ്പലത്തിലെത്തിയ അവിടെ വഴിപാട് നടത്തിയതിൻ്റെ രസീതൊക്കെ അവർ പോലീസുകാർ നോക്കി അവർക്ക് ബോധ്യപ്പെട്ടായിരുന്നു. അവർ നമ്മളോട് വന്ന് പറയുകയും ചെയ്തായിരുന്നു, അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നു എന്ന് പറയുകയും ചെയ്തായിരുന്നു. 4 വർഷം അർത്തുങ്കൽ പോലീസ് ഈ കേസ് അന്വേഷിച്ചു. യാതൊരു തുമ്പും കിട്ടിയില്ല. അതിനുശേഷം തെളിവുകളില്ല എന്ന് പറഞ്ഞ് ഈ കേസ് എഴുതിത്തള്ളുകയാണ് പോലീസ് ചെയ്തത്. ഇപ്പോൾ ജൈനമ്മയുടെ മരണത്തിന് ശേഷം സെബാസ്റ്റ്യന്റെ വീട്ടിൽ നിന്ന് കണ്ടെത്തിയ മൃതദേഹാവശിഷ്ടങ്ങൾ ആരുടേതെന്ന സംശയം ഉയരുകയും DNA പരിശോധനയ്ക്ക് അയക്കുകയും ഒക്കെ ചെയ്ത സാഹചര്യത്തിൽ മറ്റ് തിരോധാനങ്ങളും അന്വേഷണത്തിന്റെ നിഴലിൽ വരുമ്പോൾ കുടുംബത്തിന് സംശയം സെബാസ്റ്റ്യന്റെ വലയിൽ ഇവരും കുടുങ്ങിയിട്ടുണ്ടാകും, ബിന്ദുവും കുടുങ്ങിയിട്ടുണ്ടാകും എന്ന സംശയമാണുള്ളത്. പോലീസും അങ്ങനെ തന്നെ കരുതുന്നു, അന്വേഷണ സംഘങ്ങളും അങ്ങനെ തന്നെ കരുതുന്നു. കാണാതായ ബിന്ദു പത്മനാഭൻ, ആയിഷ, ഒപ്പം തന്നെ ഈ ഇപ്പോൾ കാണാതായ 2020 കാണാതായ ബിന്ദു, ജൈനമ്മ, ഇവരാരും തന്നെ ജീവിച്ചിരിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് അന്വേഷണ സംഘം കരുതുന്നില്ല. ഇവരെല്ലാം വകവരുത്തിയിരിക്കാനുള്ള സാധ്യത തന്നെയാണ് അന്വേഷണ സംഘം കാണുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 2006 ബിന്ദു പത്മനാഭന്റെ തിരോധാനമുണ്ടാകുന്നു, 2012 ആയിഷയുടെ തിരോധാനമുണ്ടാകുന്നു. അതിനുശേഷം പിന്നീട് ജൈനമ്മയുടെ തിരോധാനമാണ് സെബാസ്റ്റ്യനുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നത്. പക്ഷേ ആ ഒരു വലിയ ഇടവേള ഉണ്ടാകാനുള്ള യാതൊരു സാധ്യതയുമില്ല എന്ന് അന്വേഷണ സംഘം കരുതുന്നു. കാരണം ഒരു സൈക്കോ ക്രിമിനലായ സെബാസ്റ്റ്യൻ അത്ര നാൾ ഈ കുറ്റകൃത്യങ്ങളുടെ ലോകത്ത് നിന്ന് മാറി നിൽക്കാൻ ഒരു സാധ്യതയുമില്ല. അപ്പോൾ ഈ സിന്ധുവിന്റെ മരണം, ബിന്ദു എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ സിന്ധുവിന്റെ മരണം, അതും സെബാസ്റ്റ്യന്റെ വലയിൽ വീണ് തന്നെ ആകാം എന്ന സംശയമാണ്. എന്തായാലും അർത്തുങ്കൽ പോലീസ് ഇപ്പോൾ ഈ തിരോധാനവുമായി ബന്ധപ്പെട്ടും സെബാസ്റ്റ്യന്റെ പങ്ക് അന്വേഷിക്കുകയാണ്. അങ്ങനെ 4 കേസുകളുമായി ബന്ധപ്പെട്ട് സെബാസ്റ്റ്യന് പങ്കുണ്ട് എന്ന് ഏറെക്കുറെ ഉറപ്പിക്കുന്നു. അതുമായി ബന്ധപ്പെട്ടുള്ള നീക്കങ്ങൾ നടക്കുന്നു. നമ്മൾ ഇന്ന് പുറത്തുവിട്ട മറ്റൊരു പ്രധാനപ്പെട്ട വിവരമാണ്, അതും ശരണ്യ സ്നേഹജൻ തന്നെ പുറത്തുവിട്ട വിവരമാണ്. ജൈനമ്മ തിരോധാനത്തിൽ ഒരു നിർണായക വിവരമാണ് ഇന്ന് പുറത്തു വന്നത്. ഈ ജൈനമ്മയുടെ സ്വർണം ഒരു ജ്വല്ലറിയിൽ കൊണ്ടുപോയി വിറ്റ് സെബാസ്റ്റ്യൻ പണം കൈപ്പറ്റിയെന്നുള്ള ഒരു വിവരം ജ്വല്ലറി ഉടമ തുറന്നു പറയുന്നതാണ് നമ്മൾ ഇന്ന് സംപ്രേഷണം ചെയ്തത്. അത് ഈ കേസുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ടതാണ്. ജൈനമ്മയുടെ മൊബൈൽ ഫോൺ ഇയാൾ ഉപയോഗിച്ചു എന്നതിന് തെളിവുണ്ടായിരുന്നു. ഇവർ തമ്മിൽ സാമ്പത്തിക ഇടപാടുകൾ ഉണ്ട് എന്ന വിവരങ്ങൾ ഉണ്ടായിരുന്നു. അതിൽ സംബന്ധിച്ച് അന്വേഷണ സംഘം കൂടുതൽ പരിശോധനകൾ നടത്തുകയാണ്. അതിനിടെയാണ് ജൈനമ്മയുടെ സ്വർണം കവർന്ന് അവരുടെ മരണത്തിന് ശേഷം അവരെ കാണാതായി എന്ന വാർത്ത വന്ന ആ ഇടവേള കാലത്ത് തന്നെ ജ്വല്ലറിയിൽ കൊണ്ടുപോയി പണയം വെച്ച് വിറ്റ് ഈ പണം സെബാസ്റ്റ്യൻ കൈപ്പറ്റിയെന്ന തുറന്നു പറച്ചിൽ ഉണ്ടാകുന്നത്. ഇവിടെ കൊണ്ടുവന്നാണോ പണയം വിറ്റത്? പണയം വെച്ചത് വേറെ ബാങ്കിൽ. ഏത് ബാങ്കിലായിട്ടാ വെച്ചത്? കുന്നത്തല്ലേ? അല്ല, അത് അവർക്ക് അറിയാം, ക്രൈംബ്രാഞ്ചിൽ എല്ലാവർക്കും അറിയാം. അവിടെ പറഞ്ഞിട്ടുണ്ട് അവരോട്. നമ്മളോട് വരാൻ പറഞ്ഞതുകൊണ്ടാണ്. കുന്നത്ത് ബാങ്ക് അല്ലേ? ഇവിടെ എന്താ ചെയ്തത്? ഇവിടെ വിൽക്കുവാണോ? ഇല്ല, അവിടെ തന്നെ എടുത്തു. പുള്ളി പിറ്റേ ദിവസമാണ് പൈസ കൊണ്ടുപോകുന്നത്. അന്ന് വന്നിട്ടില്ല, ഞാൻ പോയി എടുത്തതാ. അവിടെ എത്ര പവനായിരുന്നു? 25 ഗ്രാമിന്റെ അടുത്ത് എന്താ? 25 ഗ്രാം അല്ലേ? ഈ ഡേറ്റ് എന്നായിരുന്നു? 23 അവരെല്ലാം എഴുതി കൊണ്ടുപോയിട്ടുണ്ട് ഇവിടുന്ന്. ഏത് ഈ മാസമാണോ? ഇല്ല, കഴിഞ്ഞ വർഷം ഡിസംബർ 24 എല്ലാം അവരുടെ കയ്യിലുണ്ട്. അവരെല്ലാം എഴുതി കൊണ്ടുപോയിട്ടുണ്ട്. നിങ്ങളപ്പോ ഇത് ഉരുക്കുന്ന ആൾക്കാരാണ്? ഉരുക്കുന്ന ആൾക്കാരാണ്. ആ ജ്വല്ലറി ഏതാ? കുന്നത്ത് ബാങ്കോ? ബാങ്കാണ്, പണയം സ്ഥാപനം. അവിടെ പണയം വെച്ചതാണ്. നമുക്ക് ജോലി അതാണ്, പണയം എടുക്കുന്ന ജോലിയാണ്. ബാങ്കിന് സമയത്ത് വിറ്റ് കൊടുക്കുന്ന ജോലിയാണ്. അങ്ങനെ വലയിലാക്കിയ സ്ത്രീകളുടെ പണവും സ്വർണവും ഒക്കെ കൈക്കലാക്കുന്ന രീതി സെബാസ്റ്റ്യൻ ഉണ്ടായിരുന്നു.
ഇപ്പോൾ അതിന്റെ ഞങ്ങൾ ഒളി ക്യാമറയിൽ ചിത്രീകരിച്ച ദൃശ്യങ്ങളാണ് കണ്ടത്. ഞങ്ങളുടെ പ്രതിനിധി ശരണ്യ സ്നേഹജൻ. എന്തായാലും അന്വേഷണ സംഘം ഇപ്പോൾ അന്വേഷണം കൂടുതൽ വിപുലീകരിക്കുകയാണ്. സെബാസ്റ്റ്യന്റെ പങ്ക് അന്വേഷിക്കുകയാണ്. ഒരു സൈക്കോ ക്രിമിനൽ ആണ് സെബാസ്റ്റ്യൻ എന്ന് തോന്നിപ്പിക്കുന്ന വിവരങ്ങൾ പുറത്തുവരികയാണ്. ഇപ്പോഴും ഉയരുന്ന ചോദ്യങ്ങൾ നിരവധിയാണ്. എന്തിനാണ് ഈ സ്ത്രീകളെ കൊലപ്പെടുത്തിയത്? വെറും സാമ്പത്തിക നേട്ടത്തിനു വേണ്ടി മാത്രമാണോ? സെബാസ്റ്റ്യൻ ഒറ്റയ്ക്കാണോ ഈ കൊലപാതകങ്ങൾ നടത്തുന്നത്? അതോ സെബാസ്റ്റ്യന് പിന്നിൽ മറ്റാരെങ്കിലും ഒക്കെ ഉണ്ടോ? അങ്ങനെ ഉയരുന്ന ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ നിരവധിയുണ്ട്. എന്തായാലും അന്വേഷണ സംഘം സെബാസ്റ്റ്യനെ ചുറ്റിപ്പറ്റി 4 സ്ത്രീകളുടെ തിരോധാന കേസുകളുമായി ബന്ധപ്പെട്ട് അന്വേഷണം വിപുലീകരിച്ചിരിക്കുകയാണ്.